ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും അതിന്റെ അത്യുന്നതിയിൽ നിൽക്കുമ്പോഴും ഇവയ്ക്കൊന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള നിഗൂഢമായ രഹസ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. അത്തരത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമായിട്ടുള്ള അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഫാക്ട്സിനെ പറ്റിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് നിമാൻ. ഒന്നാമതായിട്ട് വരുന്നത് ഐലൻഡ്സ് ഓഫ് ഡോൾസ്. ഒരു ഐലൻഡിൽ നമ്മൾ എവിടെ നോക്കിയാലും, അവിടുത്തെ ഏതൊരു മരക്കൊമ്പിൽ നോക്കിയാലും പാവകളെ തൂക്കിയിട്ടിരിക്കുന്നു. അത് നമ്മൾ ഇപ്പോൾ കാണുന്ന പോലത്തെ വളരെ ക്യൂട്ടായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള പാവകളൊന്നുമല്ല. വളരെ വികൃതമായ, കണ്ടാൽ തന്നെ ഭയാനകമായ, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യിക്കുന്ന തരത്തിൽ അത്രയ്ക്കും വികൃതമായ പാവകൾ. ആ ഐലൻഡിൽ ജനവാസം തീരെ കുറവാണ്. പാവകൾ മാത്രമേ അവിടെ പാർക്കുന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരു ഐലൻഡ് ഉണ്ട്. അത് മെക്സിക്കോ സിറ്റിയിലാണ്. 2020 ശേഷമാണ് ഇങ്ങനെ ഒരു ഐലൻഡിനെ പറ്റി പുറം ലോകം അറിയുന്നത്. ഇതിനെപ്പറ്റി ഇപ്പോൾ ഒരു ഡോക്യുമെന്ററിയും ഇറങ്ങിയിട്ടുണ്ട്, ദ ഐലൻഡ് ഓഫ് ഡോൾസ് എന്ന് പറയുന്നത്. ഒരു ഐലൻഡിൽ ഡോൾസ് മാത്രമായി പെടുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐലൻഡ് കാണണമെങ്കിൽ ഇപ്പോൾ അത് ഓപ്പൺ ആണ്. ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാലും അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്തായിരിക്കും? ഒരുപാട് കഥകൾ വരുന്നുണ്ടെങ്കിലും എന്താണ് ശരിക്കും അവിടെ നടന്നിട്ടുള്ളത് എന്ന് അറിയാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇപ്പോഴും അതൊരു അൺസോൾവ്ഡ് കേസസ് ആയിട്ട് നിലകൊള്ളുന്നു. അടുത്തതായിട്ട് വരുന്നത് ലാർസ് മിറ്റാങ് എന്ന 28-കാരന്റെ മിസ്സിംഗ് കേസാണ്. ഇന്നേക്ക് വരെ 2014 മിസ്സായ അദ്ദേഹത്തെ ഇന്നേ വരെയും കണ്ടു കിട്ടിയിട്ടില്ല. ഒരു ഹോളിഡേ ട്രിപ്പിന് പോയ അദ്ദേഹത്തിന്റെ ചെവിക്ക് കാര്യമായിട്ട് പരിക്കേൽക്കുകയും ഡോക്ടർ നിർദ്ദേശിക്കുകയാണ് ഇന്നെന്തായാലും യാത്ര ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനോടൊപ്പം അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവിടുത്തെ ഒരു ചീപ്പായിട്ടുള്ള ഒരു ഹോട്ടലിൽ അദ്ദേഹം സ്റ്റേ ചെയ്യുകയാണ്. ആ സ്റ്റേ ചെയ്യുന്ന ആ ടൈമിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്നെ 4 പേര് ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മെസ്സേജ് അയക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഈ എയർപോർട്ടിലോട്ട് പോകുന്ന CCTV ഫുട്ടേജ് ആണ് അദ്ദേഹത്തെ അവസാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ CCTV ഫുട്ടേജിൽ അദ്ദേഹം സാധനങ്ങളുമായിട്ട് അകത്തേക്ക് കയറുന്നു. ഓൺ ദ സ്പോട്ടിൽ തന്നെ അദ്ദേഹം സാധനങ്ങളെല്ലാം ഇട്ടിട്ട് തിരിച്ച് പാർക്കിംഗ് ഏരിയയിലോട്ട് ഓടുകയാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഒരു കാട്ടിലോട്ട് ഓടുകയാണ്. അദ്ദേഹം അവിടുന്ന് ഒരു കാട്ടിലോട്ട് ഓടിക്കേറി പിന്നീട് അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ ലാസ്റ്റ് CCTV ഫുട്ടേജ്. ഇന്നേക്ക് ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. സ്കോട്ട്ലൻഡിലെ ഡംബാർട്ടണിലുള്ള ദ ഓവർടൗൺ ബ്രിഡ്ജ് അഥവാ ദ സൂയിസൈഡ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ബ്രിഡ്ജിൽ ഏത് നായ ഇതിൽ കൂടി പാസ് ചെയ്ത് പോയാലും സ്വാഭാവികമായിട്ടും ആ നായ അവിടെ നിന്ന് എടുത്തു ചാടും. അങ്ങനെ 100ഓളം നായകൾ ഇവിടെ നിന്ന് എടുത്തു ചാടുകയും അത് പല ന്യൂസ് റിപ്പോർട്ടുകളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിൽ 50ഓളം നായകളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ നായകൾ സ്വാഭാവികമായിട്ടും എടുത്തു ചാടുന്നത്? ഇപ്പോഴും ഈ ഒരു പ്രതിഭാസം തുടരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ നിഗൂഢമായി തുടരുന്നു. അടുത്തതായിട്ട് വരുന്നത് എലീസ ലാം എന്നൊരു ചൈനീസ് കനേഡിയൻ വിദ്യാർത്ഥിനിയുടെ മരണമാണ്. അതിന്റെ ദുരൂഹത ഇപ്പോഴും ചുരുളഴിയാത്ത ഒരു രഹസ്യമായിട്ട് തുടരുന്നു. ലോസ് ഏഞ്ചൽസിലേക്ക് വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് അവൾ ഒരു ഹോട്ടലിൽ പാർക്കുകയാണ്. ആ ഹോട്ടലിലെ CCTV ഫുട്ടേജ് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തോ ഒരു അബ്നോർമാലിറ്റി അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സെലീസ ലാം ആണെങ്കിൽ ആരെയോ ഹൈഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പക്ഷെ പുറത്ത് നോക്കുമ്പോൾ ആരെയും കാണാനും ഇല്ല. സോ ഇതൊരു മർഡർ ആണോ അതോ വേറെ എന്തെങ്കിലും കാര്യമാണോ എന്നുള്ളൊരു ഇതുണ്ടായി. മർഡറിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചിട്ടും മർഡറിന്റെ ഒരു സൈനും അവിടെ ഇല്ലായിരുന്നു. എലീസ ലാമിന്റെ ബോഡിയിൽ ഇല്ലായിരുന്നു. അതായത് എലീസ ലാമിന് ഒരു ബൈപോളാർ ഡിസോർഡർ ഉണ്ടായിരുന്നു. ഈ ഒരു ഡിസോർഡർ ആണ് സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിട്ട് കണ്ടെത്തുന്നത്. ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഒരു വാട്ടർ ടാങ്കിന് മുകളിൽ, അത് ഇത്രയും ഹൈറ്റുള്ള വാട്ടർ ടാങ്കിന് മുകളിൽ കയറി സ്വയം വാട്ടർ ടാങ്കിലേക്ക് ചാടുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത്രയും ഉയരമുള്ള ഒരു ടാങ്കിൽ സ്വയം തള്ളി നീക്കാനാൽ വാട്ടർ ടാങ്കിന്റെ ഒരു ലിഡ് തന്നെ
തള്ളി നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് സ്വയം ഒറ്റയ്ക്ക് തള്ളി നീക്കി അതിനുള്ളിൽ ചാടി എന്ന് പറയുന്നത് വളരെ വളരെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുമല്ല, സെലീസ ലാമിന് അങ്ങനെ ഒരു സൂയിസൈഡൽ തോട്ട്സ് ഇതുവരെ ഇല്ല എന്നാണ് പാരൻസും ഫ്രണ്ട്സും എല്ലാം പറയുന്നത്. ബൈപോളർ ഡിസോർഡർ ഉണ്ട്, പക്ഷെ അത് അക്രമാസക്തമായിട്ടുള്ളൊരു കാര്യമേ അല്ലായിരുന്നു. അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നു, പക്ഷെ അതൊരു പ്രശ്നമായിട്ട് ഇതുവരെ അവർക്കാർക്കും ഫീൽ ചെയ്തില്ല എന്നാണ് പറയുന്നത്. ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആരടുത്തോ സെലീസ ലാം സംസാരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ആക്ച്വലി അവിടെ ആരും ഇല്ല. പിന്നെ നമുക്ക് തന്നെ ആ ഒരു കൈയുടെ മൂവ്മെന്റ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു സാധാരണ നോർമലി നമ്മളുള്ള കൈ വേവ് ചെയ്യുന്ന പോലെ ഒന്നും അല്ല അതിൻ്റെ ഒരു കാണിക്കുന്നത്. ലിഫ്റ്റ് വഴിയും അല്ല മുകളിലത്തെ പടട്ടൈനോടെ പോയത്. നമ്മൾ ഒരു ലാഡർ ഉണ്ടായിരുന്നു, ലാഡർ വഴിയാണ് എന്നാണ് ഒരു സംശയം. പക്ഷെ ഇതുവരെയും എങ്ങനെ അവിടെ എത്തി, എങ്ങനെ ചാടി എന്നുള്ളതിനുള്ളിൽ ഒരു വിവരവും കിട്ടിയില്ല. ശരിക്കും സെലീസ ലാമിന് എന്താണ് സംഭവിച്ചത് എന്ന് ഇതുവരെയും ആർക്കും അറിയില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ വരുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.